സഭയുടെ മഹാപുരോഹിതൻ മഹായിടയൻ ഈ കൊച്ചു പള്ളിയിൽ കൊച്ചി ഇടവയിൽ പ്രതിസന്ധിയുടെ നടുവിൽ വന്ന് നമ്മെ കാണുവാനും അനുഗ്രഹിക്കുവാനും അനുഗ്രഹാശങ്ങൾ ചെല്ലുവാനുമായിട്ട് ഇടാൻ ലഭിച്ചത് അതിയായ സന്തോഷവും ഞങ്ങൾക്കുള്ള കൃതജ്ഞയും സ്നേഹവും ഭയത്തിൽ ആളുകളോട്ട് പ്രധാനങ്ങൾ അതിനെ അർപ്പിക്കുകയാണ്. ഇത്ര വലിയ ഒരു സംഭവം ഒരുക്കിയതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. 2007 നിങ്ങളുടെ എല്ലാം മനസ്സിൽ നിന്ന് പോയി കാണുകയില്ല. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും ഇടവാത്ര പൊലിത്ത തിരുമേനിയും 2 മണിക്കൂറിലധികം ഇതേപോലെ പെരുന്നാൾ ആഘോഷിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവോടുകൂടി വന്ന് തയ്യാറെടുത്ത് വരുമ്പോൾ അവകാശികളും അധികാരികളുമായ നമ്മൾ വെളിയിലും അനധികൃതമായി കിടന്നവർ പള്ളിക്കകത്ത് നിന്നുകൊണ്ട് ഏറെ നേരം വാഗ്വാദങ്ങൾ നടത്തിയ അവസാനം ആദ്യവും പള്ളി കൂട്ടി കടന്നു പോവുക ചെയ്തത്. വേദനയോടെ അന്ന് ഈ ദേശവും ദേശവാസികളും അനുഭവിച്ച ദുഃഖത്തിന് ഇന്ന് വലിയ പരിഹാരമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേസ് കൊടുക്കാതെ നമ്മുടെ പ്രതിപക്ഷം എപ്പോഴും അല്ലെങ്കിൽ എതിർപക്ഷം എപ്പോഴും പറയുന്നത് ഞങ്ങൾ ഒരു കേസും കൊടുക്കുന്നില്ല എന്ന്. ഈ പെരുന്നാളും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അവർ കേസ് കൊടുത്തു, അവർക്ക് വിപരീതമായ കേസിന് ഫലമുണ്ടായി. പെരുന്നാൾ നടത്തുവാനായിട്ട് പെരുന്നാളിന്റെ പ്രധാന ദിനമായ ഡിസംബർ 31 ജനുവരി 1 തീയതികളിൽ പെരുന്നാൾ നടത്തുവാൻ നമ്മൾ തന്നെയാണ് യഥാർത്ഥ അവകാശികൾ എന്ന് കോടതികൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയും നമുക്ക് ആവശ്യമായ സംരക്ഷണം നൽകുകയും ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായി. എന്നാൽ പിന്നെയും അതിന് റിവ്യൂ പെറ്റീഷൻ കൊടുത്താൽ നമുക്ക് പെരുന്നാളിൽ ക്രമീകരിക്കുന്നതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായി. റിവ്യൂ പെറ്റീഷൻ തള്ളിക്കഴിഞ്ഞപ്പോൾ ക്ലാരിഫിക്കേഷനായി അടുത്തത്. ഇതെല്ലാം തീർന്ന് ഏതാണ്ട് ഭദ്രമായി നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവകാശങ്ങളുടെ അനുവാദമൊക്കെ സൗകര്യമെല്ലാം സമ്പാദിച്ചു കഴിയുമ്പോൾ വീണ്ടും ഇന്നലെ വൈകുന്നേരം വീണ്ടും എറണാകുളം ജില്ലാ കളക്ടർ വിളിച്ചിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് 2 കൂട്ടരും പെരുന്നാള് സമന്വയമായി അല്ലെങ്കിൽ സന്തോഷമായി വലിയ സമാധാനപരമായി കൊണ്ടാടുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ വിളിച്ചത്. പെരുന്നാൾ ആഘോഷിക്കാൻ ഉത്തരവല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പാലിക്കുകയില്ല, കോടതി ഉത്തരവ് മാത്രമേ നോക്കിയുള്ളൂ, ആരെയും ഉപദ്രവിക്കുകയില്ല എന്നൊക്കെ ഞങ്ങൾക്ക് ഉറപ്പ് തരികയും ചെയ്തതാണ് ഇതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തി ഇവിടെ വരെ എത്തിയത്. ഏതായിരുന്നാലും ഈ കൊച്ചി ഇടവയോടൊപ്പം ഈ ചുറ്റുപാടുള്ള കടമറ്റം, കുന്നത്തുടി, ദൂരമായ കോലഞ്ചേരി പ്രദേശങ്ങളിലെ ദേശവാസികളും ബഹുമാനപ്പെട്ട വൈദികരും എല്ലാം കൂടി ചേർന്ന് ഈ വലിയ സംരംഭത്തിന് വഴിയൊരുക്കി ഞങ്ങളെ സഹായിച്ചു. അവരോടും അകവഴിഞ്ഞ നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. കാരണം ഈ കൊച്ചു സമൂഹത്തിന് ഇത്ര വലിയൊരു മഹാസംഭവത്തെ കാണുവാനും ഒരുക്കുവാനുമായിട്ട് വളരെ പരിമിതികൾ, എത്രമാത്രം പരിമിതികളാണെന്ന് ഈ ചുറ്റുപാടിനെ കാണുമ്പോഴറിയാം. ധാരാളം സ്ഥലമുണ്ട്, 7 ഏക്കറോളം സ്ഥലമുണ്ട് ഈ പള്ളിക്ക് ചുറ്റി. പള്ളിയുടേതായിട്ട് കാടും പള്ളിയും പിടിച്ച് നന്നാക്കാൻ പോലും സാധ്യമാവാത്ത ദുരവസ്ഥയിൽ കഴിയുന്ന ഈ ഇടവക, ആ കാടിന്റെയും നടുവിലാണ് ദീർഘകാലങ്ങളായിട്ട് നമ്മൾ ഈ പള്ളി തുടങ്ങുന്നത്. ഏതാണ്ട് 80 വർഷം മുമ്പ് ആരംഭിച്ച ഈ പള്ളി കല്ലിട്ട് ആരംഭിച്ച കൂട്ടത്തിൽ തന്നെ വഴക്കും ആരംഭിച്ചെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അടയാളവും വേണ്ട. തൊട്ടടുത്ത് പണി തീരാതെ കിടക്കുന്ന നമ്മുടെ പള്ളി, ഇതെല്ലാം തീർന്ന് നമുക്ക് സന്തോഷമായിട്ട് ആരാധന അർപ്പിക്കുവാൻ സഭയുടെ പൂർണ്ണ അധികാര അവകാശങ്ങളെല്ലാം കൈവരിക്കുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അതേ വിധത്തിൽ സാധ്യമായി തീരും. എല്ലാവരുടെയും പ്രാർത്ഥന, പിതാക്കന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയും നമുക്കതിൽ നിന്ന് കൂട്ടുകയും കാവലുമായിരിക്കും. പ്രത്യേകമായിട്ട് ആവാദിനിയുടെയും ഇടവന്ത്രാപുരത്തായുടെയും സഹായത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. സഭയ്ക്ക് വേണ്ടിയും മദ്രാസത്തിന് വേണ്ടി ഇടവയ്ക്ക് വേണ്ടി ദീർഘനാള് കഷ്ടപ്പെട്ട് അതിനുവേണ്ടി ഉപവാസം അനുഷ്ഠിക്കാൻ പോലും തയ്യാറായി. അറിയാവുന്ന കഥകൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയില്ല. ഇവിടെ വന്ന് ആ കഷ്ടപ്പാടിനേക്കാൾ വലിയ കഷ്ടപ്പാടായിട്ടാണ് ഈ കാട്ടിൽ വന്ന് 2 മണിക്കൂറോളം ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ട് നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് ഈ അവസരം ദൈവം നമുക്ക് ഒരുക്കി തന്ന ഏറ്റവും വലിയ അവസരമായി കണ്ടുകൊണ്ട് ആ അവസരം തന്ന ദൈവത്തെ ആദ്യമേ ദൈവത്തോടുള്ള നന്ദി അറിയിക്കുക. ഇന്ന് ഈ സഭയുടെ പരമാധ്യക്ഷൻ ഇവിടെ എത്തിയിരിക്കുന്നത് വളരെ ദൂരെ നിന്ന്, ഇവരുടെ സ്വന്തം നാടാണെങ്കിലോ സ്വന്തമാക്കുന്ന ഓടിയാണ് ഇവിടെ എത്തി വളരെ ദൂരം ഓടി എത്തിയാൻ എത്തിയിരിക്കുന്നത്. ഇവനെ ഇവിടെ വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞപ്പോഴേക്കും അച്ഛൻ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. 5 മണിക്ക് മുമ്പ് ഈ അച്ഛൻ പറയുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ എത്തിയിരിക്കണം. സമയം പാലിച്ചുകൊണ്ട് തന്നെ നേരത്തെ കൃത്യമായി വളരെ കേസിലെത്തി അവിടെ നമ്മുടെ ആളുകൾ കൂടി തിരുമേനിയെ സ്വീകരിക്കാനായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ആനയിക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായി. തിരുമേനിയെ ഈ കൊച്ചു ഇടവയിലേക്ക്
നിങ്ങളുടെ ഏവരുടെയും ഇടയിൽ പ്രാരാബ്ദങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലേക്ക് ആണെങ്കിൽ പോലും തിരുമേനിയെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഈ പരിപാടികളിലേക്ക് നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. തിരുമേനി, ഞാൻ ഇവിടെ വന്നിട്ട് അധികമായില്ലെങ്കിൽ പോലും എനിക്കറിയാം വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം കിഴക്കേ കുന്നേക്കാൽ ഇടവ സന്ദർശിക്കുകയും വിശുദ്ധ കുർബാന നടത്തുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണുള്ളത്. എല്ലാ വർഷവും തന്നെ പെരുന്നാൾ തിരുമേനി വരികയും പെരുന്നാൾ നടത്താൻ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴെല്ലാം നേതൃത്വമെങ്കിൽ വിശുദ്ധ കുർബാന നടത്തിയിട്ട് അങ്ങനെ അനുഗ്രഹിക്കപ്പെടുക. തിരുമേനിക്ക് പ്രത്യേകിച്ച് സ്വാഗതം ആശംസിക്കേണ്ടതില്ല എങ്കിലും ഈ കൊച്ചുവിടവയുടെ ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ഭാഗം നിലയിൽ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് യോഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വലിയ സമീപ പ്രദേശങ്ങളിലുള്ള ഇടവുകളിൽ ഇന്ന് ഈ റേഞ്ചിലാണ് എല്ലായിടത്തും ജാഗ്രതവും പരിപാടികളും സഭയുടെ നിയോഗം അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ്. അതിനെല്ലാം നീക്കിവെച്ചുകൊണ്ടും വൈകിപ്പിച്ചുകൊണ്ടുമാണ് അവരിവിടെ അവരുടെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇടവുകളിലെ ആവശ്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരെയും ഈ കൊച്ചു പള്ളിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, വാത്സല്യങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏകദേശം 4 വർഷം മുമ്പ് ഈ കുന്നേക്കാൽ ഇടവകയുടെ പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം ഞാൻ അഭിനയ സേവകരെ തിരുമേനിയും ഇവിടെ കടന്നു വന്നത് ഞാൻ ഓർത്തു പോവുകയാണ്. നേരത്തെ അച്ഛൻ ഓർപ്പിച്ചതുപോലെ അതെല്ലാം വളച്ചൊടിച്ച് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും മറ്റുമൊക്കെ നമുക്ക് ആ അവകാശം നഷ്ടപ്പെടുത്തുന്ന ഒരനുഭവം 4 വർഷം മുൻപ് അത് നമ്മൾ നേരിൽ കണ്ട് അനുഭവിച്ചതാണ് ഞാൻ. ആ കാര്യം മാത്രം. പക്ഷേ ഒരു സഭയെ സമ്പൂർണമായി അടിച്ചമർത്തുകയും അവഗണിക്കുകയും ചെയ്തുകൊണ്ട് ഏറെക്കാലം മുന്നോട്ട് പോകുവാൻ ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത്. കാരണം കോലഞ്ചേരിയിലും മണ്ണക്കൂരും ഓണക്കൂറും മാമലശ്ശേരിയിലും ഒക്കെ കാണുന്നത് നീതിയെ അനീതിയായി ചിത്രീകരിക്കുക, നീതിക്ക് അവകാശികളായവരെ ആട്ടിപ്പായിക്കുക, ഇങ്ങനെയുള്ള ഒരു നിലപാട് ഏറെ കാലം കൊണ്ട് സ്വീകരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴ് എനിക്ക് തോന്നുന്നത് മരകസഭ സന്തുഷ്ടയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള അവഗണനകളും ഒരുപാട് മർദ്ദനങ്ങളും നാം ഏൽക്കുമ്പോൾ ഈ സഭ അടിസ്ഥാനപരമായിട്ട് സ്വയം സംഘടിക്കുകയാണ്. നമ്മൾ ആരും പറഞ്ഞിട്ടല്ല ഇന്ന് സ്വയം സംഘടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. കാരണം ഈ സഭയുടെയും സമുദായത്തിന്റെയും താല്പര്യങ്ങൾ നിരന്തരമായി അവഗണിക്കപ്പെടുമ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയുകയും എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായി ബോധം ഉണ്ടാവുകയും ചെയ്യുമെന്നത് സ്വാഭാവികമാണ്. ക്രിസ്തീയ സഭയുടെ ചരിത്രമൊക്കെ അങ്ങനെ തന്നെയാണ്. അനേക മർദ്ദനങ്ങളും പീഡനമുറകളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ക്രിസ്തീയ സഭ വളർന്നിട്ടുള്ളത്. നമ്മുടെ സഭയുടെ ഒരു പൈതൃകം എന്ന് പറയുന്നത് പരിശുദ്ധനായിരിക്കുന്ന മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്ന് സഭ സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഒരു അപ്പോസ്തോലിക പാരമ്പര്യമുണ്ട്. ലോകത്തിൽ അനേക ക്രിസ്തീയ സഭകൾ ഉണ്ടെങ്കിലും അപ്പോസ്തോലിക പാരമ്പര്യമുള്ള സഭ അധികമൊന്നുമില്ല. എന്നാൽ ഭാരതീയ ക്രിസ്തീയ സഭയ്ക്ക് ഈ അപ്പോസ്തോലിക പാരമ്പര്യം കൈവരിച്ചിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അനന്തരാവകാശികളാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മക്കൾ. അതുകൊണ്ട് ഈ സഭയെ ഇതുപോലെ അവഗണിച്ച് പലവിധത്തിലുള്ള പീഡനങ്ങളും മർദ്ദനമുറകളും അഴിച്ചുവിട്ട് നീതിക്ക് വിരുദ്ധമായി കാര്യങ്ങൾ നടത്താമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ അത് ഒരിക്കലും അത് സാധ്യമല്ല എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണകൂടം പലപ്പോഴും ഈ വിധത്തിൽ പെരുമാറുമ്പോൾ ഇപ്പോൾ സഭ സ്വയം സംഘടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ ആരും അങ്ങനെ സംഘടിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്താണ് വേണ്ടതെന്ന് അവർ സ്വയം തിരിച്ചറിവിലെ പാതയിലേക്ക് കടന്നു വരികയാണ്. ഈ കേരളത്തിൽ അനേക സമുദായങ്ങളുണ്ട്. എല്ലാ സമുദായങ്ങളും അതാത് സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ നേതാക്കന്മാരുണ്ട്, വ്യക്തികളുണ്ട്. അവരൊക്കെ അത് ആ സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് മാത്രം
ആ വിധത്തിൽ നമുക്ക് ഒരു സമുദായ താല്പര്യങ്ങളോ ന്യായമായ അവകാശങ്ങളോ സംരക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ആരും സംസാരിക്കാനില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ അവഗണിക്കുന്നു. അങ്ങനെ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാം സ്വയം സംഘടിക്കുന്നു. നാം സ്വയം സംഘടിച്ച് കഴിയുമ്പോൾ അത് ഒരു വലിയ കരുത്താണ്. അതുകൊണ്ട് നിങ്ങൾ ഏറെ ബന്ധപ്പെടുകയും ഏറെ വിഷമിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ സംശയിക്കേണ്ടതില്ല. നിങ്ങളോടൊപ്പം ഭരണകര സഭയുണ്ട്, ഞാനുണ്ട്, പിതാക്കന്മാരുണ്ട്. നിങ്ങളൊന്നും ആ കാര്യത്തിൽ തളരേണ്ട കാര്യമില്ല എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഇത്തരത്തിൽ ഓർപ്പിക്കുകയാണ്. എനിക്കാശ്വാസം നൽകിയിടുന്നു ക്ലേശങ്ങളധികവും തവ കൃപയ അതിബോധവരാക്കിടുന്നു. ക്ലേശങ്ങളധികവും തവ കൃപയ അതിബോധവരാക്കിടുന്നു. പരിശുദ്ധന്റെ സന്നിധി